കേരള സർവകലാശാല കലോത്സവം അലങ്കോലപ്പെടുത്താൻ KSU ശ്രമം. വിധികർത്താക്കളെ തടയാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് വേദിക്കരികിൽ നിന്ന് നീക്കി. വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, എന്താണ് കലോത്സവ വേദിയിൽ സംഭവിച്ചത്? മനു, കലോത്സവം തുടങ്ങിയത് മുതൽ, ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഇത് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ KSU പ്രവർത്തകരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഈ കലോത്സവത്തിന്റെ പേരിലടക്കം ഇത്തരത്തിലൊരു പ്രശ്നം അത് ഉയർന്നു വന്നിരുന്നു. SFI ആണ് ഈ കേരള യൂണിവേഴ്സിറ്റിന്റെ യൂണിയൻ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കേരള സർവകലാശാല കലോത്സവം അലങ്കോലപ്പെടുത്താൻ KSUവിന്റെ ശ്രമം. വിധികർത്താക്കളെ അടക്കം തടയാൻ ശ്രമിച്ചു KSU പ്രവർത്തകർ. അവിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പലതരത്തിൽ പല രീതിയിലുള്ള ഇടപെടലുകളാണ് KSUവിന്റെ ഭാഗത്തു നിന്ന് വന്നത്. തുടർന്ന് പോലീസ് എത്തുകയും ഇവരെ ഈ വേദിയുടെ ഭാഗത്തു നിന്ന് നീക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥികളെയൊക്കെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ കലോത്സവം കാണാനെത്തിയ അല്ലെങ്കിൽ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയടക്കം അധിക്ഷേപവും ആക്രമണവും ഉണ്ടായി എന്ന വ്യാപകമായ പരാതിയാണ് അവിടെ KSUവിനെതിരെ ഉയർന്നു വന്നത്. ഏതായാലും പക്ഷേ അതിനെ നേരെ തിരിച്ച് SFI പ്രവർത്തകർ KSUക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ മെനഞ്ഞെടുക്കാനും ശ്രമിക്കുന്നത് പോയ മണിക്കൂറിൽ കണ്ടതാണ്. സുലേഖ, തുടരാം. തീർച്ചയായും മനു, ഇത്തരത്തിൽ ഈ KSU പ്രവർത്തകരെ ആരോപണം എന്ന് പറയുന്നത് SFI പ്രവർത്തകർ ഈ KSU പ്രവർത്തകരെ നിരന്തരം ഈ കലോത്സവം കാണാനെത്തിയവരെ അടക്കമുള്ള ആളുകളെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമം നടത്തിയെന്നാണ് KSU പ്രവർത്തകരുടെ ആരോപണം. പക്ഷേ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് SFI പ്രവർത്തകർ. SFI പ്രവർത്തകർ പറയുന്നത് KSUക്കാർ തന്നെ സംഘർഷം സൃഷ്ടിച്ച് അത് SFIയുടെ മേലിൽ ചാരാനുള്ള ഒരു നടപടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവണതയാണ് KSU പ്രവർത്തകർ നടത്തുന്നത് എന്നാണ്. നിലവിൽ KSU പ്രവർത്തകരെ ഈ പ്രതിഷേധം നടത്തിയ KSU പ്രവർത്തകരെ ആകെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവർ നന്ദാവനം എയർ ക്യാമ്പിലാണ്. 15ഓളം പേർ, വനിതാ KSU പ്രവർത്തകരും അടക്കമുള്ള 15ഓളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കലോത്സവം നടക്കുന്ന വേദി ഒന്നിന് പ്രധാന വേദിയായ സെനറ്റ് ഹാളിന് സമീപത്തായിരുന്നു ഈ KSU പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് KSU പ്രവർത്തകർ നടത്തിയത്. അതായത് മത്സരങ്ങളടക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇതിലെടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ KSU പ്രവർത്തകരിൽ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകളുണ്ടായിരുന്നു. ഒപ്പന മത്സരം നടക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ KSUവിന്റെ പ്രതിഷേധം എന്ന് പറയുന്നത്. ഒപ്പനയിൽ പങ്കെടുത്ത ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം അത് KSU പ്രവർത്തകർ നടത്തിയത്. അതായത് എങ്ങനെയും മറ്റ് പ്രതിഭകളെ തടയുക എന്ന രീതിയിലുള്ളൊരു പ്രവണതയാണ് KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സുലേഖ, വ്യക്തമാണ് കാര്യങ്ങൾ. സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.